ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കെ കേൾക്കുന്ന വ്യക്തികൾ സുന്നത്ത് നമസ്കരിക്കാമോ? പ്രത്യേകിച്ചും വെള്ളിയാഴ്ച, ജുമാ പോലെയുള്ള അവസരങ്ങളിൽ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ മുഅദ്ദിൻ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. പലരും അത് ബാങ്ക് തീരുന്നത് വരെ കാത്തുനിന്ന് പിന്നീട് നമസ്കരിക്കുന്നത് കാണുന്നു. ചിലരെങ്കിലും ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കെ സുന്നത്ത് നമസ്കരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്നാണ് ചോദ്യം. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തഹിയ്യത്ത് പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് സന്ദർഭങ്ങളാണ് സാധാരണ ഉണ്ടാവുക. ഒന്ന്, സാധാരണഗതിയിൽ ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു, ആ പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് പള്ളിയിൽ ബാങ്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇയാൾ എന്താണ് ചെയ്യേണ്ടത്? ബാങ്കിന്റെ പദങ്ങൾ ഏറ്റു പറയുകയാണോ വേണ്ടത്, അതല്ല അവിടെ സുന്നത്ത് നമസ്കരിക്കുകയാണോ വേണ്ടത് എന്നതാണ് ഒരു അഭിപ്രായം, ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഖുത്ബ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഇമാമ് മിമ്പർമ കയറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിരുന്നതിന് ശേഷമാണ് ബാങ്ക് കൊടുക്കുക. അപ്പൊ ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അയാൾ ആ ബാങ്ക് കാത്തിരുന്ന് കഴിഞ്ഞാൽ ആ ബാങ്ക് കഴിയുന്നതോടുകൂടി ഇമാമിന്റെ ഖുത്ബ ആരംഭിക്കാം. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ഇയാൾ എന്ത് ചെയ്യണം? ഇതിന്റെ രണ്ട് സന്ദർഭങ്ങളാണ്. അതിൽ ഒന്നാമത്തെ സന്ദർഭം, പൊതുവിൽ ഒരു മനുഷ്യൻ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസാണ്, ഫഖൂലു മിസ്ലമാ യഖൂലുൽ മുഅദ്ദിൻ, ആ ബാങ്ക് കൊടുക്കുന്ന ആള് പറയുന്നത് പോലെ നിങ്ങൾ പറയണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ബാങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ്. പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നതും സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ രണ്ടും സുന്നത്തും ഒരാൾക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കരണീയമായിട്ടുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാളെ സംബന്ധിച്ചിടത്തോളം രണ്ടും അയാൾക്ക് ഒന്നിച്ച് ഈ 2 ഖൈറിനെ, 2 നന്മകളെ, 2 സുന്നത്തുകളെ ഒരുമിച്ചെടുക്കാൻ അയാൾക്ക് സാധിക്കും. അതിന് കുറച്ച് സമയം ആ ബാങ്ക് 1, 2, 3 മിനിറ്റ് മാത്രമേ ബാങ്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ബാങ്ക് കഴിയുന്നത് വരെ അയാളൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ആ ബാങ്കിന്റെ പദങ്ങൾ ഏറ്റു പറയാം. അങ്ങനെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പള്ളിയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് അവിടെ ഇരിക്കുക. ഇതാണ് സാധാരണഗതിയിൽ ഒരാൾ പള്ളിയിൽ കയറിയാൽ ചെയ്യേണ്ടത്. എന്നാൽ വെള്ളിയാഴ്ചയുടെ ഹുക്മ് വ്യത്യാസമുണ്ട്. കാരണം വെള്ളിയാഴ്ച ഈ നിസ്കാരം കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഖുത്ബ ആരംഭിക്കണം. ഖുത്ബ കേൾക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്. ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്. അപ്പൊ സുന്നത്തും വാജിബും ഒരുമിച്ച് വരുമ്പോൾ അതിൽ വാജിബായ കാര്യത്തിന്, നിർബന്ധമായ കാര്യങ്ങളെ സുന്നത്തിന്റെ മുന്നിലെ മുൻകടത്തി നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഉസൂലിന്റെ നിയമം പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വെള്ളിയാഴ്ച ഇമാമ് മെമ്പറിൽ കയറി ഇരുന്നതിന് ശേഷം കൊടുക്കുന്ന ബാങ്ക്, ആ ബാങ്കിന്റെ സമയത്ത് ബാങ്കിന് ഇജാബത്ത് കൊടുത്ത് ബാങ്ക് കഴിയുന്നത് വരെ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ആ സുന്നത്ത് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് ഇമാമിന്റെ ഖുത്ബ കേൾക്കുന്നതിലേക്ക് ഇരിക്കുക എന്നുള്ളതാണ്, അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അപ്പൊ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഹുക്മ വേറെയാണ്. കാരണം അവിടെ ഖുത്ബക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. വെള്ളിയാഴ്ച ഖുത്ബക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ സുന്നത്തായ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി അയാൾ മുൻഗണന കൊടുക്കേണ്ടത് ഖുത്ബ കേൾക്കുക എന്നുള്ളതിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം ഒരാൾ പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ ആ കയറുന്ന സമയത്ത് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ബാങ്ക് കഴിയാൻ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ആ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുകയും എന്നിട്ട് ഇമാം ആ ബാങ്ക് കഴിയുമ്പോഴേക്കും ആ സുന്നത്ത് നമസ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് ബാങ്ക് കഴിഞ്ഞ ഉടനെ ഇമാമിന്റെ ഖുത്ബ കേൾക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ എടുക്കേണ്ട നിലപാടായിട്ട് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഇജാബത്ത് കൊടുക്കുക എന്നിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ആവുമ്പോൾ നേരെ പ്രത്യേകമായൊരു ഹുക്കുമാണ്. കാരണം അവിടെ ഖുത്ബ ഉള്ളതുകൊണ്ട് ഖുത്ബക്ക് പ്രാധാന്യം കൊടുക്കുകയും വെള്ളിയാഴ്ച ബാങ്ക് കേട്ട് അതിന്റെ പദങ്ങൾ ഏറ്റു പറഞ്ഞ് സമയം കളയാതെ എത്രയും പെട്ടെന്ന് നിസ്കരിച്ചിട്ട് ഖുത്ബ കേൾക്കാൻ വേണ്ടി ഒരുങ്ങുകയുമാണ് ചെയ്യേണ്ടത് എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ ഹദീസുകളിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല അഅലം.